മാധ്യമരംഗം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മാധ്യമങ്ങളുടെ തകർച്ച ജനാധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് കൂടി കാരണമാകുമെന്നും നിയുക്ത കാഞ്ഞങ്ങാട് എം.എൽ.എ. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യ വിശ്വാസികൾക്കാണെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. നീലേശ്വരം പ്രസ് ഫോറം സംഘടിപ്പിച്ച ബാലചന്ദ്രൻ നീലേശ്വരം, KTN രമേശൻ, CKK മാണിയൂർ അനുസ്മരണവും ബാലചന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്ത് വായിക്കണം, എന്ത് എഴുതണം, എന്ത് പറയണം എന്നുള്ളതടക്കം അധികാരികൾ തീരുമാനിക്കുന്ന അവസ്ഥ വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ തകർച്ചയ്ക്കുൾപ്പെടെ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് പത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമരംഗത്തെ പുതിയ കാല വെല്ലുവിളികളെ ജനാധിപത്യ സമൂഹം വളരെ ഗൗരവമായി കാണണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രസ് ഫോറം പ്രസിഡന്റ് സേതുമംഗലത്തിന്റെ അധ്യക്ഷതയിൽ മാതൃഭൂമി ചെറുവത്തൂർ ലേഖൻ T. രാജൻ അവാർഡ് ഏറ്റുവാങ്ങി. രാഘവൻ ചോനമഠം അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ മുഖ്യാതിഥിയായി. മാതൃഭൂമി കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ വിനോയ് മാത്യു ബാലചന്ദ്രൻ അനുസ്മരണവും, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ KP ജയരാജൻ CKK മാണിയൂർ അനുസ്മരണവും, രാജ്മോഹൻ നീലേശ്വരം KTN അനുസ്മരണവും നടത്തി. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന മുഹമ്മദ്, കൗൺസിലർ A. രാജം, നീലേശ്വരം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV സുരേഷ് കുമാർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ ഉദയൻ പാലായി, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളായ KP രവീന്ദ്രൻ, അഡ്വക്കേറ്റ് KP നസീർ, PC സുരേന്ദ്രൻ നായർ, P. ഭാർഗവി, കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, M. രാധാകൃഷ്ണൻ നമ്പ്യാർ, PC സുരേന്ദ്രൻ നായർ, KK കുമാരൻ, CV വിജയരാജ്, CV പ്രകാശൻ, M. ബാലകൃഷ്ണൻ, KM ഗോപാലകൃഷ്ണൻ, P. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയ പ്രസ് ഫോറം അംഗങ്ങളായ സന്ദീപ് ചന്ദ്രൻ, ശ്വേത മേലത്ത്, വാസു കരിന്തളം, ബാബു നെരിമാളം എന്നിവർക്കും നിയുക്ത MLA ഉപഹാരങ്ങൾ നൽകി. ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെ നഗരസഭ വൈസ് ചെയർമാൻ PM സന്ധ്യയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന മുഹമ്മദും പൊന്നാടയണിയിച്ചു. D. രാജൻ സ്വാഗതവും PK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.